ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തക്കിളിക്കൂടെ എന്ന സൂപ്പർ കിറ്റ് പരമ്പരയുടെ സൂപ്പർ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രമോ വിശേഷമാണ് പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സൂപ്പർ വിശേഷങ്ങളാണ്, അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പം എന്തായാലും സുഭാഷിനെ തേടി സുനന്ദ എത്തുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സുഭാഷിൻ്റെ മനസ്സിലെ ആ ഭാരവും ദുഃഖവും ഒക്കെ ഒന്ന് മാറിപ്പോയതേ ഉള്ളൂ. കാരണം തൻ്റെ അനിയന്മാരായ സുധീഷും നികേഷും ഹരീഷും ഒക്കെ കൂടി നമ്മുടെ നിധിയൊക്കെ കൂടി സുഭാഷിൻ്റെ ഒരു സമതല തെറ്റിയ അവസ്ഥയിൽ നിൽക്കുന്ന സുഭാഷിനെ ഒന്ന് മോചിപ്പിച്ചെടുത്തിരിക്കുന്നു. കാരണം മോചിപ്പിച്ചെടുത്തിരുന്ന പറഞ്ഞാൽ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് സുഭാഷിനെയും അതിൽ കൂട്ടി തൻ്റെ മനസ്സിലെ ഭാരങ്ങളൊക്കെ അല്പം ഒന്ന് മാറിപ്പോയിരുന്നു. ഈ സമയത്താണ് സുനന്ദയുടെ വരവ്. സുനന്ദയെ ഓർത്തിങ്ങനെ നിന്ന് താൻ പാചകം ചെയ്യുന്ന സമയത്താണ് സുനന്ദ കയറി വരുന്നത്. അപ്പോൾ സുനന്ദയെ കണ്ട് ഞെട്ടിപ്പോവും. അപ്പോൾ സുഭാഷ് എന്താ സുനന്ദ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്ന സുഭാഷ് ഏട്ടാ, ഞാൻ പോവുകയാണ്. എൻ്റെ എൻ്റെ മനസ്സ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും സുഭാഷേട്ടനൊക്കെ പറഞ്ഞതല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന്. പക്ഷെങ്കിൽ എല്ലാവരും എന്നെ കൈവിട്ടു. അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. എങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ സുഭാഷേട്ടനായിരിക്കും എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സുഭാഷ് പറയാണ്, സുനന്ദ അങ്ങനെ നീ വിചാരിക്കരുത്, നിൻ്റെ ഭാവിയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ഈ ജന്മത്തിൽ കഴിയില്ല, അതാണ് വിധി. പക്ഷെങ്കിൽ ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു വിവാഹ ജീവിതമാണ്. അതുകൊണ്ട് അതാണ് ഇനി നിന്റെ ജീവിതം. അപ്പോൾ അതിൻ പ്രകാരം വേണം നിനക്ക് ഇനി ജീവിക്കുവാനും. അതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഭർത്താവും ഒക്കെ പറയുന്ന കേട്ട് നല്ലൊരു ജീവിതം നയിക്കുക. അതാണ് എൻ്റെ സന്തോഷം. ഞാനൊക്കെ അറിയുമ്പോൾ, ഞാൻ നിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ നീ സന്തോഷവതിയാണ് എന്ന് എനിക്ക് കേൾക്കാൻ കഴിയണം. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നെക്കുറിച്ച് ഓർക്കോ അല്ലെങ്കിൽ ഈ വീടിനെക്കുറിച്ച് ഓർക്കോ നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സുനന്ദയെ ആശ്വസിപ്പിക്കുന്ന സുഭാഷിനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സുഭാഷിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സുനന്ദയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. പക്ഷേങ്കിൽ പഴയ പോലെ പൊട്ടിക്കരയുവാനോ സുഭാഷിനെ കെട്ടിപ്പിടിക്കുവാനോ കഴിയാത്ത സുനന്ദ അതൊക്കെ കേട്ട് നിൽക്കുന്നൊരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം തൻ്റെ കഴുത്തിലൊരു താലിയുണ്ട്. തന്നെ വിവാഹം കഴിച്ച പുരുഷൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സുനന്ദ അല്പം മാറി ചിന്തിക്കുന്നൊരു ഭാഗങ്ങളൊക്കെയാണ്. എന്തായാലും സുനന്ദ സുഭാഷേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷേട്ടനും ഒരു വിവാഹ ജീവിതമൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ എന്തായാലും വിവാഹം കഴിച്ചു പോയി. ഇനി സുഭാഷേട്ടൻ നല്ലൊരു വിവാഹ ജീവിതമൊക്കെ നയിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി സുഭാഷേട്ടനെ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ സുനന്ദയും ഉപദേശിക്കുന്ന ഒരു ഭാഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം ഈ സമയത്ത് നമ്മുടെ നിധി കയറി വരികയും സുനന്ദ വന്ന കാര്യങ്ങൾ എല്ലാവരും അറിയുക കേട്ടോ. അതിനുശേഷം സുനന്ദ എല്ലാവരോടും അടുത്ത് ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ ഭർത്താവിനോടൊപ്പം താൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരു വരവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വന്നാൽ തന്നെ ഇങ്ങോട്ട് എനിക്ക് വരാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും അതിന് അവസാനമായിട്ടൊന്ന് സുഭാഷേട്ടനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയും അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞു സുനന്ദ പോകുന്നു. അതിനുശേഷം സുനന്ദ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവുമായിട്ട് സുഭാഷിൻ്റെ വീട്ടിലേക്ക് ഒരു വരവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു വിരുന്ന് സുഭാഷിൻ്റെ വീട്ടുകാരും കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് സുനന്ദ തൻ്റെ ഭർത്താവുമായിട്ട് വരുന്നു. അങ്ങനെ എല്ലാവരും സ്നേഹപൂർവ്വം ആ സുനന്ദയുടെ ഭർത്താവിനെ സ്വീകരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതൊരു ബന്ധുക്കളാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒടുവിൽ ആഹാരമൊക്കെ സന്തോഷത്തോടു കൂടി കഴിച്ച് ഒരു സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിയുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം വീണ്ടും സുഭാഷ് അല്പം ദുഃഖിതനായി മാറുന്നുണ്ട്. എങ്കിലും സുഭാഷിന് ഇപ്പോൾ ഒരു മനസമാധാനം സുനന്ദ വന്ന് തന്നെ കണ്ടല്ലോ, തന്നോട് സംസാരിച്ചല്ലോ, അത് വലിയൊരു ആശ്വാസമാണ്. പഴയതിൽ കൂടുതൽ ഒരു ധൈര്യം സുഭാഷിന് ഉണ്ടാകുകയും സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നത് അവിടെ നല്ലൊരു ജീവിതം നയിക്കും. അതാണ് എനിക്ക് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു സുഭാഷിനെ കാണുന്നത്. അതിനുശേഷം കാണുന്നത് നിധിക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു ജോലി ഉറപ്പാകുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ആഘോഷിക്കാനും വേണ്ടി സുധീഷും നിധിയും കൂടെ ഒരു ബീച്ചിലേക്ക് യാത്ര പോവുകയും അങ്ങനെ ബീച്ചിൽ ചെന്ന് അവർ ഐസ്ക്രീമൊക്കെ കഴിച്ച് തൻ്റെ മനസ്സ് സുധീഷ് നിധിയോട് പറയുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നിധി അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും വീണ്ടും സുധീഷ് തൻ്റെ പ്രണയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നിൽക്കുന്ന ചില രംഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ നിധിക്ക് ജോലി കിട്ടിയതിന് ശേഷം നിധി ആദ്യമായിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ സുധീഷാണ് കൊണ്ടുവിടുന്നത്. ആ സുധീഷ് കൊണ്ടുവിട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവിടെ ചെന്ന് വലിയൊരു റിസ്ക് പിടിച്ചൊരു ജോലി തന്നെയാണ് നിധി ഏറ്റെടുക്കുന്നത് കേട്ടോ. ശമ്പളം വളരെ കുറവാണ്. അപ്പം ആദ്യത്തെ പുതിയ
ജോലിക്കാരി ആയതുകൊണ്ട് തന്നെ നിധിക്ക് പ്രാക്ടീസുകാർക്ക് കൊടുക്കുന്ന ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് കേട്ടപ്പോൾ സുധീഷ് നിധിയെ കളിയാക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അപ്പോഴും നിധി പറയുന്നത്, പിന്നെ ജോലിക്ക് കയറിയ ഉടൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശമ്പളമൊന്നും കിട്ടില്ല സുധീഷേ, അതുകൊണ്ട് അതിനെ കളിയാക്കുമെന്നും വേണ്ട, ഭാവിയിൽ ഞാൻ നല്ല ശമ്പളക്കാരിയായി മാറും, അന്നേരം നീ സുധീഷ് കണ്ടോണം എന്നൊക്കെ പറഞ്ഞ് സുധീഷിൻ്റെ ആ കളിയാക്കിച്ചയ്ക്കൊക്കെ ഒരു വിരാമം ഇടുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം നിധി അവിടെ ചെന്ന് കൂടുതൽ ആളുകളുമായിട്ട് പരിചയപ്പെടുകയും അതിനുശേഷം അവിടെയുള്ള അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് വളരെ കൂളായിട്ട് സംസാരിച്ച് പുതിയ പ്രോജക്റ്റുകൾ നിധി ഏറ്റെടുക്കുകയും അതിനിടയിൽ ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ നിധിക്ക് താളം തെറ്റിപ്പോകുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ കാര്യം അല്ലെങ്കിൽ നിധിയെ തൻ്റെ മേലുദ്യോഗസ്ഥർ സ്ഥാപനത്തിൻ്റെ MD ഒക്കെ വഴക്ക് പറഞ്ഞു എന്ന വിവരം സുധീഷ് അറിഞ്ഞതിന് ശേഷം സുധീഷ് അവിടെ ചെന്ന് ആ ഓഫീസിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും ആ ഓഫീസർമാരോട് വഴക്കുണ്ടാക്കുകയും അങ്ങനെ നിധിയുടെ മുൻപിൽ ഒരു ഹീറോ ആകാൻ പോയ സുധീഷ് ഒടുവിൽ സീറോയായിട്ട് മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഓഫീസിൽ കയറി വഴക്കുണ്ടാക്കിയപ്പോൾ നിധി അറിയുകയും നിധി വന്ന് എല്ലാവരുടെ മുൻപിൽ വെച്ച് സുധീഷിനെ അപമാനിച്ച്, സുധീഷിന് എന്താണ് ഇതിനകത്ത് കാര്യം, എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നൊക്കെ ചോദിച്ച് സുധീഷിനെ വഴക്ക് പറയുകയും അങ്ങനെ സുധീഷ് അവിടുന്ന് നാണം കെട്ടിറങ്ങി പോവുക. അപ്പം നിധി ബാക്കിയുള്ളവരോട് തൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് ക്ഷമ പറയുന്നു, എല്ലാവരും ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയുന്നുണ്ട്. അത് സാരമില്ല, ഇനിയെങ്കിലും ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്ത് നല്ല ഒരു ടാലൻ്റ് ഉള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ജോലി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നു. അതിനുശേഷം നിധിക്ക് അവിടെ കൂടുതൽ കൂട്ടുകാരും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരായ അല്ലെങ്കിൽ മെയിൻ MD ഒക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ സുധീഷിന് അവരെക്കുറിച്ച് നിധിയും അവരുമായിട്ടുള്ള അടുപ്പം ഒരു ഭയം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അങ്ങനെ സുധീഷിന് ഒരു പേടി, തന്നെ വിട്ട് നിധി ഈ MD ഒക്കെ അവർ വലിയ നല്ല ഗ്ലാമർ ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്, അവരോട് കൂടുതൽ അടുക്കുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ടായി വളരെ ടെൻഷനോട് കൂടി നിൽക്കുന്ന സുധീഷിനെയൊക്കെയാണ് വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അതിനിടയിൽ കാണാൻ പോകുന്ന സുഭാഷിന്റെ ജീവിതത്തിൽ പുതിയൊരു അതിഥി താരം എത്തുന്നതാണ്. മറ്റാരുമല്ല, സുഭാഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ ബായിയുടെ സഹോദരി അവിടെ വരുന്നുണ്ട് കേട്ടോ. സഹോദരിയും ആ ജോലി സ്ഥലത്ത് എത്തുന്നുണ്ട്. അങ്ങനെ സഹോദരിയുമായിട്ട് സുഭാഷിന് ഒരു ബന്ധം, ഒരു പുതിയൊരു ജീവിതത്തിനുള്ള തുടക്കം കുറിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ആഴ്ചയിലെ എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അതിന് ഇടയിൽ വരുന്ന സംഭവങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം 9 മണിക്ക് ഇടുന്നുണ്ട്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.